ആഗതമായിട്ടുള്ള ക്രിസ്മസ് നാൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ, അതിൻ്റെ സൗരഭ്യത്തെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം, ഈ ലോകത്തിലേക്ക് ദൈവപുത്രനായി ക്രിസ്തു കടന്നു വന്നത് എല്ലാ മനുഷ്യ ഹൃദയത്തിലെയും അന്ധകാരത്തെ അകറ്റിയിട്ട് സ്നേഹത്തിൻ്റെ പ്രകാശം പരത്താനാണ്. ആ സ്നേഹം വെറും മാനുഷികമായ താല്പര്യങ്ങളോ ഇഷ്ടങ്ങളോ അല്ല. അത് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആത്മീയത തുളുമ്പുന്ന ദൈവസ്നേഹമാണ്. ഉണ്ണിയേശു പിറന്നത് നമ്മുടെ ഹൃദയത്തിലായിരിക്കണം. ഹൃദയമാണ് കർത്താവിന് പിറക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്ന ഇടം. അവിടെ സ്വാർത്ഥതകളും അഹങ്കാരങ്ങളും അധികാരങ്ങളും അസൂയകളും നമ്മുടെ ലൗകിക മോഹങ്ങളും കൊണ്ട് നിറഞ്ഞാൽ അവിടെ ഉണ്ണിയേശുവിനെ പിറക്കാൻ കഴിയില്ല. നമ്മുടെ ഹൃദയം ദൈവസ്നേഹത്താൽ അലങ്കൃതമാകുകയും പരസ്നേഹത്താൽ പ്രശോഭിതമാവുകയും ചെയ്യുമ്പോൾ അവിടെയാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ ദൈവപുത്രൻ പിറക്കുന്ന ഇടം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ശരീരം അല്ല ദൈവത്തിന് ആവശ്യം. ഈ ശരീരത്തിനുള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഇടമുണ്ട്. ആ ആത്മാവിലാണ് ഈശോ പിറക്കേണ്ടത്, ആത്മാവിലും സത്യത്തിലും. ഈ ക്രിസ്മസ് നാളിൽ നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ് നാം ഉണ്ണിയേശുവിന് സമ്മാനങ്ങൾ നൽകേണ്ടത്. നാക്കുകൊണ്ടുവരുന്ന പ്രാർത്ഥന മാത്രം പോരാ, അത് പ്രവൃത്തിയായി രൂപാന്തരപ്പെട്ട് നമ്മുടെ പ്രാർത്ഥന മാംസം ധരിച്ച് പ്രവൃത്തിയായി, ആ പ്രവൃത്തികളിലൂടെ ആട്ടിടയന്മാർ അവിടെ കടന്നു ചെന്ന് അവിടെ കുമ്പിട്ടാരാധിച്ചതുപോലെ രാജാക്കന്മാർ അവരുടെ പൊന്നും മീറയും കുന്തിരിക്കവും യേശുവിന് കൊടുത്തതുപോലെ വിശ്വാസത്തിൻ്റെ പൊന്നും മീറയുടെ സ്നേഹവും കുന്തിരിക്കത്തിൻ്റെ ശരണവും പ്രത്യാശയും നിറഞ്ഞൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവരും ഉണ്ണിയേശുവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് ജീവിക്കാൻ വരട്ടെ. ഈ ക്രിസ്മസിന് എല്ലാവിധ മംഗളങ്ങളും. ഉണ്ണിയേശുവിനെ പോലെയാകാൻ, ഉണ്ണിയേശുവിൻ്റെ ജീവിതത്തെ പഠിക്കാൻ, ഉണ്ണിയേശുവിനെ പോലെ നിഷ്കളങ്കതയോടുകൂടെ യേശു കുരിശിൽ കിടക്കുമ്പോൾ പോലും അടുത്ത് കിടക്കുന്ന കള്ളനോട് കാണിച്ച സ്നേഹത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളാൻ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് കഴിയണം കേട്ടോ. വെറുതെ വലിയ വാക്കുകൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ജീവിച്ച് കാണിക്കണം. ജീവിച്ച് കാണിക്കാൻ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ.